ഹായ് വെൽക്കം ബാക്ക് ടു കൂൾ വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു രുചിയിൽ ചിക്കൻ വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 3 മീഡിയം സൈസ് സവാള വേണം, 15 കൊച്ചുള്ളി, 1 തക്കാളി, ആവശ്യത്തിന് കറിവേപ്പില, 3 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി വേണം, 1 കുടം വെളുത്തുള്ളി വേണം, കുറച്ച് സ്പൈസസ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് പട്ട എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് വേണം, 1 ടീസ്പൂൺ പെരുംജീരകം വേണം, 5 ഏലക്ക, 6 ഗ്രാമ്പു, 1 തക്കോലം, 1 മുറി തേങ്ങ. ഇനി നമുക്ക് ചിക്കൻ കറിയിലേക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള പൊടികൾ എടുക്കണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു. ഇപ്പം നമ്മുടെ എണ്ണയൊന്ന് ചെറുതായി ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം സിമ്മിൽ തന്നെ ആയിരിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഞാനിപ്പോൾ ഈ ചിക്കൻ ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടാക്കി എടുത്ത പൊടി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പകുതി ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ചിക്കനിലേക്ക് ഈ പൊടിയുടെ പകുതിയോളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഉരുളിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇനി ഈ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ച ബാക്കി പൊടികളൂടെ ചേർക്കാം. ഈ പൊടികളൊക്കെ ഉള്ളിയിൽ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ഇത് ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടി ആയതുകൊണ്ട് ഇനി പച്ചമണം മാറ്റേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് നമ്മൾ തക്കാളി കൂടി ചേർക്കാം. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് തക്കാളി വേകുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കണം. ഇതിനകത്തേക്ക് നമ്മളിനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ നിന്ന് തന്നെ ഇത് വെന്തോളും. ഈ ഒരു സമയത്ത് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്പൈസസ് ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതാ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഞാൻ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തായിരുന്നു. തേങ്ങ ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിനി ഇതിലേക്ക് നമ്മുടെ മിക്സി കഴുകിയ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ തേങ്ങ ഒട്ടും കളയരുത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കണം. ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഇവിടെ വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ വരട്ടിയത്. ഇനി ഇത് നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും.
ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.